നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ കോസസ് ആണ്. പൊളിറ്റിക്കൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ fall of government may change license policy and tax policy. This may result in loss to the business. അതായത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പം ഗവൺമെൻറ് മാറുന്നതനുസരിച്ചിട്ട് ഇപ്പം പുതുതായിട്ട് മോദി ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ടാക്സിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലീഗൽ പോളിസീസ് മാറും, ലൈസൻസിങ് മാറും. അപ്പം ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഓരോ ഗവൺമെൻറ്റുകൾ മാറി മറിഞ്ഞ് വരുന്ന സമയത്ത് ടാക്സിൻ്റെ കേസിലാണെങ്കിലും ലൈസൻസിൻ്റെ കേസിലാണെങ്കിലും മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലും ലോസിലും ഒക്കെ മാറ്റം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് കമ്പനിയെ അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ്, ഹൈ ടാക്സസ്, റൈസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ബോറോവിങ്സ്. ചില സമയത്ത് കടം വാങ്ങിക്കുന്ന എമൗണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയെന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഫോറിൻ കൺട്രീസിലേക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ കൊണ്ടൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് നഷ്ടങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് പറയുന്നത് ഹ്യൂമൻ കോസസ് ആണ്. ഹ്യൂമൻ കോസസ് എന്ന് പറഞ്ഞാൽ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് കെയർലെസ്നെസ് ഓഫ് എംപ്ലോയീസ് മേ റിസൾട്ട് ഇൻ ലോസ്. എന്താണ് പറയുന്നത്? ഇതിനൊക്കെ പുറമെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നഷ്ടങ്ങൾ സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ മെഷീൻസിന് കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ ആൾക്കാർ തന്നെ തട്ടിപ്പോയെന്നുള്ള അവസ്ഥ വരാം, അല്ലെങ്കിൽ പിന്നെ ലേബേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കൂടുന്ന സ്ട്രൈക്ക്, ലോക്കൗട്ട്, പിന്നെ ഇങ്ങനെയുള്ള സമരങ്ങൾ വന്നെന്നിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് നഷ്ടത്തിലേക്ക് സംഭവിച്ചെന്നിരിക്കാം. കാരണം ഒരു ബിസിനസ് മാനും ഇങ്ങനെ അവനവൻ്റെ എംപ്ലോയീസ് തന്നെ അതിനെതിരെ സമരം നടത്തുന്നത്, അല്ലെങ്കിൽ ലോക്കൗട്ട് നടത്തുന്നത്, സ്ട്രൈക്ക് നടത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇനി അതും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കെയർലെസ്നെസ് കൊണ്ട് അവിടെ സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ, പ്രൊഡക്ട്സിലുണ്ടാകുന്ന ക്വാളിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ മെഷീൻസിലുണ്ടാകുന്ന ഡാമേജസ്, ഇതെല്ലാം തന്നെ അതിനൊരു എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഫിഫ്ത്ത് വൺ ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസസ് ആണ്. Physical and technical causes. Change in technology may make the machines obsolete before their expected life. Mechanical failures arise due to leakage of gas, bursting of boiler, etc. എന്താണ് ഇവിടെ പറയുന്നത്? ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് തന്നെ ചിലപ്പോൾ നമുക്ക് പണി പാലും വെള്ളത്തിൽ തന്നിരിക്കാം. എങ്ങനെയാണ്? ടെക്നിക്കൽ ഇഷ്യൂസ്, ടെക്നോളജീസ്, അതായത് ചില മെഷീനുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി കമ്പനിക്കാർ അതിൻ്റെ ഉള്ള ഗുഡ് അഡ്വാൻറ്റേജസ് മുഴുവൻ പറയും. പക്ഷേ അതിൻ്റെ ഉള്ള ബാഡ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയില്ല. ചിലപ്പം ചില വണ്ടികളൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം ചിലതിനൊക്കെ മൈലേജ് കുറവായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അവരൊരിക്കലും അത് സെല്ല് ചെയ്യാൻ നേരത്ത് പറയില്ല. അത് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളൊക്കെ ആയിരിക്കും. അപ്പം ചില മെഷീൻസിൽ പിന്നെ പെട്ടെന്ന് തേയ്മാനം ഒത്തിരി സംഭവിച്ചിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂവൽ ചാർജസ് ഒത്തിരി വേണമെന്നുള്ള ചിലതല്ലെങ്കിൽ മെഷീൻസിന് സ്പീഡ് ഉണ്ടാവില്ല, ഇങ്ങനെ പല കംപ്ലൈൻറ്റുകളുണ്ട്. അപ്പം അങ്ങനെ വരുന്ന കംപ്ലൈൻറ്റുകളും ഏതിൻ്റെ അണ്ടറിലേക്കാണ് വരുന്നത്? ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ അണ്ടറിലേക്കാണ് വരുന്നത്. അപ്പം മെക്കാനിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ മെഷീൻസൊക്കെ വാങ്ങിച്ച് അവർ പറയുന്ന അത്രത്തോളം വർഷം എത്തുന്നതിന് മുന്നേ തന്നെ അത് ഡാമേജ് ആയി പോവുക, അല്ലെങ്കിൽ അതിനെ പിന്നെ മറ്റേ ഇതിലേക്ക് പുതിയ ഇതിലേക്ക് കൊണ്ടുവരും, പുതിയ ഇത് മാറ്റിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ലീക്കേജ് വരുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ചൂട് കൂടുതൽ, ചില സിസ്റ്റംസൊക്കെ അല്ലെങ്കിൽ ചില മെഷീൻസൊക്കെ ചൂട് കൂടുതലായിട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കോസസ് ഓഫ് ബിസിനസ് റിസ്കിൽ 4-5 പോയിൻ്റാണുള്ളത്. ഒന്നാമത്തെ നാച്ചുറൽ കോസസ് ആണ്, രണ്ടാമത്തെ ഇക്കണോമിക് കോസസ്, മൂന്നാമത്തെ പൊളിറ്റിക്കൽ കോസസ്, നെക്സ്റ്റ് വൺ ഹ്യൂമൻ കോസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫിസിക്കൽ ആൻഡ് ടെക്നിക്കൽ കോസസ്. നെക്സ്റ്റ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ആക്ടിവിറ്റി, അത് നമ്മൾ ഇക്കണോമിക് ആക്ടിവിറ്റി ഇതൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ ബിസിനസ് ആക്ടിവിറ്റീനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ശരിക്കും ബിസിനസ് ആക്ടിവിറ്റീനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഇൻഡസ്ട്രി, കൊമേഴ്സ്, പിന്നെ സർവീസ്, അങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കാം.
ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് യൂഷ്വലി ടേക്ക് പ്ലേസ് ഇൻ ആൻ ഇക്കണോമി. അതായത് പൊതുവെ ഒരു ഇക്കണോമിക് തലത്തിൽ, സാമ്പത്തിക തലത്തിൽ ഏതൊക്കെയാണ് ബിസിനസ് ആക്ടിവിറ്റി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ആദ്യം പറയുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ, നാച്ചുറൽ ഗ്യാസസ് ഓർ മിനറൽസ്. അതായത് നമ്മുടെ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന, ഗ്യാസസ് കൺവേർട്ട് ചെയ്യുന്ന, നാച്ചുറലായിട്ടുള്ള ഗ്യാസിനെ പിന്നെ നാച്ചുറൽ ഗ്യാസസ് ഓർ മിനറൽസ് ഇതൊക്കെ നമ്മൾ എടുക്കുന്നതിനെയൊക്കെ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റും. അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് കമ്മോഡിറ്റീസ്, ബൈയിങ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ഓർ കൺട്രി ആൻഡ് സെല്ലിങ് ഇറ്റ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് അല്ലെങ്കിൽ കൺട്രി. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ തന്നെ എന്താണ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഒരു സ്ഥലത്ത് നിന്ന് ഗുഡ്സ് ഉണ്ടാക്കുന്ന, ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലം തന്നെ ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. ഇനി അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഗുഡ്സ് ഉണ്ടാക്കി മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത്, അതും അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്റ്റേറ്റിൽ ഇങ്ങനെയൊക്കെ വിൽപ്പന നടത്തുന്നതും അതും ബിസിനസ് ആക്ടിവിറ്റിയാണ്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന, ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഇതെല്ലാം തന്നെ ബിസിനസ് ആക്ടിവിറ്റീസിന് അണ്ടറിൽ വരുന്നതാണ്. പ്രൊവൈഡ്സ് സർവീസസ് ലൈക്ക് ടിക്കറ്റിംഗ്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്. ഈ പറഞ്ഞിരിക്കുന്നതും സർവീസസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. മറ്റേതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുന്ന, പക്ഷേ ഇവിടെ സർവീസസിൽ ഓരോ സർവീസുകൾ ചെയ്ത് കൊടുക്കുന്ന ഇതും ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ the business activities are concerned with the production or processing of goods and services or distribution of goods and services. എന്താണ് ബിസിനസ് ആക്ടിവിറ്റീനെ എങ്ങനെയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? ബിസിനസ് ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് production or processing of goods and services or distribution of goods and services. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോസസ്സിങ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ബിസിനസ് ആക്ടിവിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. ദ ഫോർമർ ഈസ് നോൺ ആസ് ഇൻഡസ്ട്രി. അതായത് പ്രോസസ്സിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇത് ഫസ്റ്റ് സെക്ഷൻ. അത് പ്രോസസ്സിങ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ദ ലാറ്റർ കംസ് അണ്ടർ കൊമേഴ്സ്. അതായത് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷനും സെയിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നു? കൊമേഴ്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ആക്ടിവിറ്റീനെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രി എന്നും ഒന്ന് കൊമേഴ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ എന്തെല്ലാം വരുന്നുണ്ടാകാം? ഇൻഡസ്ട്രി പ്രൈമർലി റെഫേഴ്സ് ടു all such business activities concerned with the production, raising or processing of goods and services. It process raw materials or semi-finished goods into finished goods. Industry എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നത്? ഇത് ബിസിനസ് ആക്ടിവിറ്റിയാണ്. കൺസേൺഡ് വിത്ത് പ്രൊഡക്ഷൻ, റേസിംഗ് ഓർ പ്രോസസ്സിങ്. പ്രൊഡക്ഷനും പ്രോസസ്സിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇത് രണ്ടും ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ എന്തെല്ലാം വർക്കുകൾ നടത്തുന്നത്? ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്ന, മാനുഫാക്ചറിങ് ചെയ്യുന്നത്, ഇനി അതിനെ റോ മെറ്റീരിയൽസിലേക്ക് മാറ്റുന്നത്, ഇനി അതും അല്ലെങ്കിൽ അതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നത്, ഇനി അതും അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്നത്. അപ്പം എന്താണ് ഇവിടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? ഇവിടെ ഇറ്റ് പ്രോസസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ചില ഷോപ്പുകളല്ലെ ചില കമ്പനികളൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ അസംസ്കൃത വസ്തുക്കൾ എന്നാണ് റോ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പാർട്സായിട്ട് ഓരോ കമ്പനിക്കാർ ഓരോ പാർട്സായിട്ട് പിന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ പാർട്സ് എല്ലാം വാങ്ങിച്ചിട്ട് അവർ അസംബിൾ ചെയ്തിട്ടാണ് ഒരു കമ്പ്യൂട്ടറായിട്ട് കൊണ്ടുവരുന്നത്. ചിലർ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില കമ്പനികൾ. അപ്പോൾ അങ്ങനെ അസംബിൾ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ്, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പാർട്സ്, ഓരോ ഗുഡ്സ്, അതിന് വേണ്ടി അതിന് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിസ്സാരം പറയുകയാണെങ്കിൽ ഒരു തയ്യൽക്കാരനെ സംബന്ധിച്ച് അവിടെ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഗുഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട്, ആ ഷർട്ട് ഫോം ചെയ്യുന്നതിന് മുന്നേ അതിന് വേണ്ടി കൊണ്ടുവരുന്ന നൂല്, പിന്നെ എന്താണ് മെറ്റീരിയൽ, പിന്നെ ബട്ടൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? അതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടാണ് വരുന്നത്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുക്കൾപ്പെട്ട ഒന്നാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നൂലും, പിന്നെ മെറ്റീരിയലും, പിന്നെന്താണ് ഷർട്ടടിക്കാൻ വേണ്ട തുണിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ, പിന്നെ ബട്ടൺസ്, ഇതെല്ലാം തന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. ഇനി അത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വെക്കുക. ഇപ്പോൾ ചില കമ്പനി ബേസിലൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി തന്നെയല്ല ഒരു ഷർട്ടിൻ്റെ മൊത്തം പാർട്സ് അടിക്കുന്നത്. അവരിങ്ങനെ
ഒരാൾ കൈയടിക്കുന്നു, ഒരാൾ കോളർ അടിക്കുന്നു, ഒരാൾ ബോഡി പാർട്സ് അടിക്കുന്നു, ഒരാൾ പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺ ഹോൾ അടിക്കുന്നു, മറ്റൊരാൾ ഷർട്ടിൻ്റെ ബട്ടൺസ് തുന്നി ചേർക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അതായത് പിന്നെ കൈയടിച്ച് പാതി പൂർത്തീകരിച്ച് അല്ലെങ്കിൽ കോളർ അടിച്ച് പാതി പൂർത്തീകരിച്ച് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ വരുമ്പോൾ നമുക്കതിനെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഒരു ഷർട്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങനെയുള്ള ഐറ്റത്തിനാണ് ഇവിടെ തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രൊഡ്യൂസിങ് ലെവലിൽ നടക്കുന്ന അതിനെ നമ്മൾ ഇൻഡസ്ട്രി, അതുപോലെയുള്ള ബിസിനസ് ആക്ടിവിറ്റീസിന് ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നു. ഇനി എക്സ്ട്രാക്റ്റിംഗ് റോ മെറ്റീരിയൽസ് ഫ്രം എർത്ത് സർഫേസ്, മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ്. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, മുഴുവൻ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഓരോ ഐറ്റത്തിന് എന്ത് പറയുന്നു? ഇൻഡസ്ട്രി എന്ന് പറയുന്നു. അപ്പം ഇവിടെ പറയുന്ന ഓരോ ആക്ടിവിറ്റീസും ഇതിനെയൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിഷ്, ഫ്ലവേഴ്സ് ഇങ്ങനെയുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേതെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് നമുക്ക് എവിടെ പോയി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റുന്നതാണ്. ആൻഡ് ദീസ് യൂണിറ്റ്സ് എൻഗേജ്ഡ് ഇൻ ദീസ് ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബിസിനസ് ഫേമുകളെ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് എന്നും പറയാൻ പറ്റും. ഹവർ ഇൻ ദ ബ്രോഡ് സെൻസ് പ്രൊവിഷൻ of services like banking, insurance, transport also form part of the industry known as the territory industries. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ടെറിട്ടറി, അത് ഓരോ ഏരിയ തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഏതെല്ലാം ഐറ്റംസ് ആണ് വരുന്നത്? റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇതെല്ലാം വരുന്നതിന് നമുക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതൊരു പർട്ടിക്കുലർ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മളിവിടെ ഇൻഡസ്ട്രി എന്നത് പറയുന്നത്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി എന്ന് പറയുന്നു. അങ്ങനെ വർക്കൗട്ട് നടക്കുന്ന ഫേമുകളെ അല്ലെങ്കിൽ ആ ഫേമുകളെ നമ്മൾ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നു. ഒരു വ്യത്യാസങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. ഏതൊക്കെ രീതിയിൽ ഇൻഡസ്ട്രീനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിൽ മൂന്ന് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ആക്ടിവിറ്റി ആണ്. അത് നേച്ചർ ഓഫ് ആക്ടിവിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ട് പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെറിട്ടറി ആണോ എന്ന് തിരിക്കുന്നു. രണ്ടാമത്തേത് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്, അത് ഏത് ടൈപ്പ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ആണോ, പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്ത ഓൺ ദ ബേസ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അതിന് വേണ്ടി പൈസ എത്രത്തോളം നിക്ഷേപിക്കുന്നുണ്ട്. ഹെവി ഇൻഡസ്ട്രീസ് ആണോ, എത്രത്തോളമാണോ, ലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. കാരണം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഹെവി ആണോ ലൈറ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓഫ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യുന്ന ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. കാരണം വലിയ വർക്കുകളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. എങ്ങനെയാണെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഓരോന്നിനും ഓരോ വ്യത്യസ്ത ശൈലികളാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിൽ ഫസ്റ്റ് വരുന്ന പ്രൈമറി ഇൻഡസ്ട്രീസ് ആണ്. അതിവിടെ അടുത്ത പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രീസ് എന്തെല്ലാം വരുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈമറി industries refer to the activities of extraction of natural resources like coal, oil, minerals, etc. and reproduction and development of living organisms like plants and animals, etc. അപ്പോൾ എന്താണ് ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്? എന്താണ്, ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്? പ്രൈമറി ഇൻഡസ്ട്രീസ് റെഫർ ടു ദ ആക്ടിവിറ്റീസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക്. അപ്പോൾ ഇവിടെ പ്രൈമറി ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞ പ്ലാന്റ്സ്, ആനിമൽസ്, ഏതിൻ്റെയൊക്കെ ബേസിലാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് റെഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്.
പ്രൈമറി ഇൻഡസ്ട്രീസിൽ പറഞ്ഞ പോലെ പ്രൈമറി ഇൻഡസ്ട്രീസിൽ മെയിനായിട്ട് ഏതെല്ലാം ടൈപ്പ് സാധനങ്ങളാണ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് നാച്ചുറൽ റിസോഴ്സ് എന്തൊക്കെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ആ എക്സ്ട്രാക്ട് ചെയ്തതിനെ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നതിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ എന്താണ് ഓയിലുകൾ മറ്റൊന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നില്ല. ഓയിലൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ പൊതുവെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള ഓയിൽ അവർ എക്സ്ട്രാക്ട് ചെയ്ത് ഓയിൽ അല്ലെങ്കിൽ കോളിങ്ങിനുള്ള ഐറ്റംസ് ഇന്ധനങ്ങളെ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പെട്രോള്, ഡീസൽ, കരി ഓയിൽ, മണ്ണെണ്ണ, ഗ്യാസ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ട് വേർതിരിച്ചെടുക്കുന്നത്. ആ വേർതിരിച്ചെടുത്തത് വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി അവിടെ നിന്നാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പം കൊണ്ടുവരുന്ന സാധനങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തത് 10, 800, 500 കിലോമീറ്റർ ഭൂമിക്ക് അടിയിലേക്ക് താഴ്ത്തി ചെന്നിട്ട് അവിടെ നിന്നാണ് അവിടെ സ്ഫോടനം നടത്തി ഇതെല്ലാം കമ്പ്യൂട്ടറിലൂടെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലൂടെ കണക്ട് ചെയ്ത് അത്രത്തോളം അടിയിലേക്ക് താഴെ ചെന്ന് അവിടുന്ന് സ്ഫോടനം നടത്തി ആ സ്ഫോടനത്തിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഇന്ധനങ്ങളെയാണ് ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പല ഇതിലേക്ക് മാറ്റി മാറ്റി വിടുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഐറ്റത്തിനാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഓരോ രാജ്യത്തിനും അവരവരുടേതായ പ്രത്യേക ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, farmers growing crops, business houses engaged in extracting raw materials, minerals from earth. അപ്പം ഭൂമിക്ക് അടിയിൽ നിന്ന് തന്നെ കോള്, മൈൻ, അയൺ, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മരത്തിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് എന്താണ് നമുക്ക് മറ്റുള്ള നാച്ചുറൽ റിസോഴ്സ് ഇവിടെ എക്സാമ്പിൾ പറയുന്ന ഹണി, ടിമ്പർ എന്ന് വെച്ചാൽ മരങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഓരോ ഐറ്റത്തിനെയും ഇപ്പം മിനറൽ ഓയിലിന് മാത്രമല്ല ഇവിടെ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പൈസ കൊടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന എന്തെല്ലാം സാധനമുണ്ട് അതിനെ നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രീസിന് അണ്ടറിൽ വരുത്താവുന്നതാണ്. ഇനി സെക്കൻഡറി ഇൻഡസ്ട്രീസിന് അണ്ടറിൽ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി ഇൻഡസ്ട്രീസ് ആർ നോർമലി യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ് ടു പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് പറയുന്നത്? നമ്മൾ റോ മെറ്റീരിയൽസിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് മറ്റൊരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിലേക്ക് അതിനെ മാറ്റി കഴിയുമ്പോൾ അതിനെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ എന്ത് പറയുന്നത്? സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി അതിനെ അസംബിൾ ചെയ്തിട്ട് കമ്പ്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ ഫോണിന് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല, കമ്പ്യൂട്ടറായിട്ടും അങ്ങനെ അതുപോലെയുള്ള ഐറ്റംസ് നമ്മൾ മാറ്റുമ്പോൾ അതിനെ നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റും. മറ്റുള്ളവർ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഫേമുകളിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലുണ്ടാക്കി അതിനെയെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് മറ്റൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രികളെ നമുക്കിവിടെ സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇവിടെ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ഇറക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ഡാംസ്, ബ്രിഡ്ജസ്, റോഡ്വേസ്, റെയിൽവേസ് ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഐറ്റത്തിനെയൊക്കെ നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രീസ് ആയിട്ട് കൊണ്ടുവരാം. കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരുന്ന സാധനങ്ങളൊന്നും അല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ബിൽഡിങ്ങുകളും ഡാമും ബ്രിഡ്ജും റോഡും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് നമ്മൾ രണ്ടാമത് മെയ്ഡപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രീസ് എന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ടെറിട്ടറി ഇൻഡസ്ട്രീസ് ആണ്. എന്താണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദീസ് ഇൻഡസ്ട്രീസ് ആർ ബേസിക്കലി കൺസേൺഡ് വിത്ത് ജനറേറ്റിംഗ് ഓർ പ്രോസസ്സിംഗ് ഓഫ് വേരിയസ് സർവീസസ് facilitate the functioning of primary industries and secondary industries as well as activities of trade. അപ്പോൾ എന്തിനാണ് ഇവിടെ ടെറിട്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? പ്രൈമറി ഇൻഡസ്ട്രീസിനെ സെക്കൻഡറി ഇൻഡസ്ട്രീസിനെയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന പുതിയ ഒന്നിനെയാണ് ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ടുണ്ട് ദീസ് ഇൻക്ലൂഡ് സർവീസസ് ഇൻഡസ്ട്രീസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്. അപ്പം ഇതുപോലെയുള്ള സർവീസസുകളെ നമുക്ക് എന്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും? ടെറിട്ടറി ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിലേക്ക് മാറ്റാവുന്നതാണ്. ഫിലിം industry which provides entertainment to the individuals, produce films, tourism industry which provides services to the individual by facilitating their travel. അപ്പം മറ്റുള്ളവർക്ക് സർവീസസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏരിയകളെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടെറിട്ടറി ഇൻഡസ്ട്രീസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ടെറിട്ടറി ഇൻഡസ്ട്രീസിനെ തന്നെ വീണ്ടും ടെറിട്ടറി ഇൻഡസ്ട്രീസിനെ അണ്ടറിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇവിടെ ഇൻഡസ്ട്രീസിനെ അപ്പം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ടെറിട്ടറി ഇൻഡസ്ട്രി,
സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് പ്രൈമറി ഇൻഡസ്ട്രി ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് എന്തുണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മേ ബി ഡിവൈഡഡ് ഫർദർ ഇൻ ടു ഫോളോവിങ് കാറ്റഗറീസ്. മാനുഫാക്ചറിങ് അത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് തിങ്സ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്യുന്നത് മേ ബി ഡിവൈഡ് ഫോളോയിങ് കാറ്റഗറീസ്. അതിൽ ഒന്നാമത്താണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ്. അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, manufacturing different types of products by analyzing and separating different elements from same product. Petrol, diesel, kerosene, lubricating oil etc. are produced from the crude oil in oil refinery industry. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ്, അതായത് ഇന്ധനങ്ങൾ യൂസ് ചെയ്തിട്ട് അതിനെ വീണ്ടും വേറെ വേർതിരിച്ചിട്ട് ഇന്ധനങ്ങൾ കൊണ്ടുവന്നിട്ട് അതിനെ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അങ്ങനെ അതുപോലെയുള്ള പ്രക്രിയകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ ഇവിടെ അനലിറ്റിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് സിന്തറ്റിക് ഇൻഡസ്ട്രീസ് ആണ് സെക്കൻഡ് വൺ. സിന്തറ്റിക് ഇൻഡസ്ട്രീസ് മീൻസ് പുട്ട് ടുഗദർ വേരിയസ് ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് മാനുഫാക്ചർ ന്യൂ പ്രൊഡക്റ്റ്. അതായത് പല സാധനങ്ങൾ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടതിന് ശേഷം അതിനെ നമ്മൾ മറ്റൊരു പുതിയ സാധനത്തിലേക്ക് മാറ്റുന്നതിനെയാണ് ഇവിടെ സിന്തറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, സോപ്പ് അങ്ങനെ ഒരു സാധനമാണ്. കാരണം സോപ്പിനെ കമ്പൈൻ വിത്ത് പൊട്ടാസ്യം കാർബണേറ്റ് ആൻഡ് വെജിറ്റബിൾ ഓയിൽ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ സിമൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഐറ്റത്തിന് 2-3 ഐറ്റങ്ങൾ ഇട്ടിട്ട് അതിനെ വേറൊരു ഐറ്റത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് സിന്തറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. തേർഡ് വണ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയാണ്. ദീസ് ആർ ദോസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ പ്രോസസ്ഡ് ത്രൂ സക്സസീവ് സ്റ്റേജസ് ടു ഗെറ്റ് ദ ഫൈനൽ പ്രൊഡക്ട്സ്. ടെക്സ്റ്റൈൽ, ഷുഗർ, പേപ്പർ ആൻഡ് ദ എക്സാമ്പിൾസ് ഓഫ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി. നമ്മുടെ ഷുഗർ കെയിനൊക്കെ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമാണ് അവിടെ ഷുഗർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഷുഗറായിട്ട് നമുക്ക് വേർതിരിച്ച് കിട്ടുന്നത്. ഇനി ടെക്സ്റ്റൈൽസിൽ നമുക്കറിയാം മറ്റുള്ള ഓരോ പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇന്ന് പല ഡിസൈനിലും പല കളറിലും പല വ്യത്യസ്തതരമായ മെറ്റീരിയലുള്ള ഡ്രസ് മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള സാധനങ്ങൾ പ്രോസസ്സിങ് ചെയ്ത് മറ്റൊരു പ്രത്യേക ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നതിന് നമ്മളിവിടെ പ്രോസസ്സിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റത്തിന് ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ്, ഷുഗർ ആൻഡ് പേപ്പർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതാണ്. പിന്നെ നെക്സ്റ്റ് വൺ അസംബ്ലിങ് ഇൻഡസ്ട്രീസ് ആണ്. അസംബ്ലിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ടുഗദർ വേരിയസ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് ആൻഡ് മേക്ക് എ ന്യൂ പ്രൊഡക്റ്റ്. അത് മറ്റുള്ള പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്റ്റ് മറ്റുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഫേമുകളുടെ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പുതിയൊരു വസ്തു ഉണ്ടാക്കുന്ന അതിനെ അതുപോലെയുള്ള അസംബ്ലിങ് ഇൻഡസ്ട്രീസ്, അതുപോലെയുള്ള ഐറ്റത്തിനാണ് അസംബ്ലിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അവിടെ കാറ്, സ്കൂട്ടർ, ബൈക്ക്, റേഡിയോ എക്സെട്ര ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസും തന്നെ എന്താണ് അസംബ്ലിങ് ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിന് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഈ ചാർട്ട് പഠിക്കാൻ എളുപ്പം മനസ്സിലാകും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ അവർ നേച്ചർ ആക്ടിവിറ്റിയിൽ ഇൻഡസ്ട്രീനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി ഇൻഡസ്ട്രീസ്. അതിനെ പ്രൈമറി ഇൻഡസ്ട്രീസിനെ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന പേരിൽ. പിന്നെ സെക്കൻഡറി ഇൻഡസ്ട്രീസിനെ 2ആയിട്ട് തിരിക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. ടെറിട്ടറി ഇൻഡസ്ട്രീസിനെ വീണ്ടും പല രീതിയിൽ പല സർവീസസിൻ്റെ അണ്ടറിലാണ് തിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിങ്, ഇൻഷുറൻസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനായിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്.